നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ റോഡിൽ സിമന്റ് മിശ്രിതം ചോർന്നത് അപകട ഭീഷണി ഉയർത്തി. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. KSFE പെൻഷനേഴ്സ് യൂണിയനും ജീവനക്കാരും കൂടി നടത്തുന്ന കൈത്താങ് സംഘടനയുടെ നേതൃത്വത്തിൽ സാന്ത്വനം ബഡ് സ്കൂളിലേക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വല്ലച്ചിറ പഞ്ചായത്ത് ഓണലഹരിയിലേക്ക്. 62ാമത് ഓണാഘോഷ ഗ്രാമോത്സവം ജൂലൈ 14 തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദുരന്തം പതിയിരിക്കുന്ന ആറാട്ടുപുഴ മന്ദാരക്കടവ്. നിരവധി കുട്ടികൾ മുങ്ങി മരിച്ച ആറാട്ടുപുഴ മന്ദാരക്കടവിലെ അപകടാവസ്ഥ തുടരുന്നു. വാർത്തകൾ വിശദമായി. പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ റോഡിൽ സിമന്റ് മിശ്രിതം ചോർന്നത് അപകട ഭീഷണി ഉയർത്തി. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തുന്ന സ്റ്റോപ്പിന് സമീപവും ഓട്ടോ സ്റ്റാൻഡിനും സമീപമാണ് സിമന്റ് മിശ്രിതം ചോർന്നത്. മഴയിൽ കുതിർന്ന സിമന്റ് മിശ്രിതത്തിൽ കയറിയ ചില ഇരുചക്ര വാഹനങ്ങൾ തെന്നുകയും ചെയ്തു. ചേർപ്പ് പഞ്ചായത്ത് അംഗം EV ഉണ്ണികൃഷ്ണൻ, ശശി ചെങ്ങാലൂർ, നിതിൻ രാജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള നാട്ടുകാർ റോഡ് വൃത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തൃശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് വെള്ളം പമ്പ് ചെയ്താണ് ഇവ നീക്കം ചെയ്തത്. ഏതു വാഹനത്തിൽ നിന്നാണ് ഇവ ചോർന്നതെന്ന് വ്യക്തമല്ല. KSFE പെൻഷനേഴ്സ് യൂണിയനും ജീവനക്കാരും കൂടി നടത്തുന്ന കൈത്താങ് സംഘടനയുടെ നേതൃത്വത്തിൽ സാന്ത്വനം ബഡ് സ്കൂളിലേക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ അധ്യക്ഷത വഹിച്ചു. KSFE ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സുധീർ MV, കൈത്താങ് ജില്ലാ പ്രസിഡന്റ് ജെയിംസ് ജോബ്സൺ, സെക്രട്ടറി ബാബു AR, സ്കൂൾ HM ശോഭ, മെമ്പർമാരായ സജീവൻ, ഗീത, റോസ്ലി എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് ഓണലഹരിയിലേക്ക്. ഓണാഘോഷ ഗ്രാമോത്സവം ജൂലൈ 14 തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. ലോഗോ പ്രകാശനവും നടക്കും. തുടർന്ന് സാഹിത്യ മത്സരങ്ങൾ നടക്കും. ഓണം കേരളത്തിന്റെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ 1962 മുല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായരുടെ നേതൃത്വത്തിലാണ് വല്ലച്ചിറ പഞ്ചായത്ത് ഓണാഘോഷം തുടങ്ങുന്നത്. ഒട്ടേറെ പ്രതിഭകൾ ഓണാഘോഷത്തിന്റെ ഭാഗമായിരുന്നു. കവി മുല്ലനേഴി, കഥാകൃത്ത് അഷ്ടമൂർത്തി, സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ, നാടക പ്രവർത്തകൻ ശശിധരൻ നടുവിൽ, മികച്ച ബാലനടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഹെൻസി ആൻഡോ, എഴുത്തുകാരൻ വല്ലച്ചിറ മാധവൻ, ഡോക്ടർ അരവിന്ദൻ മൂർക്കത്ത്, ഒട്ടേറെ നാടക പ്രവർത്തകർ, നാടൻ കലകളുടെ പ്രതിഭകൾ, കായിക പ്രതിഭകൾ തുടങ്ങി നിരവധി ആളുകൾ ഇതിന്റെ ഭാഗമായിരുന്നു. 17 കലാസമിതികൾ മുഖേന 2000-ഓളം കലാകായിക താരങ്ങൾ നേരിട്ടും 5000-ഓളം കലാകാരന്മാർ പരോക്ഷമായും ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നു. കോവിഡിനെ തുടർന്ന് 2020 ഓണാഘോഷം നടന്നില്ല. 2021 വിർച്വലായി നടത്തി. 2022 മുതൽ വീണ്ടും ഗംഭീരമായി. 61 കൊല്ലമായി തുടരുന്നു. 6 അമേച്ചർ നാടകങ്ങൾ ഉണ്ടായി. 64 മത്സര ഇനത്തിനും ക്യാഷ് അവാർഡ് നൽകുന്നു. 2023 വിദേശ വ്ളോഗർമാർ എത്തിയത് ശ്രദ്ധേയമായിരുന്നു. 2023 മത്സരാടിസ്ഥാനത്തിൽ അല്ലാതെ ഭിന്നശേഷി കലോത്സവം നടന്നു. ഇക്കൊല്ലം വയോജനങ്ങളെ ഉൾപ്പെടുത്തി കലോത്സവം നടത്തും. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എഴുതിയ വരികൾ ഉൾപ്പെടുത്തി ഒരു ഗാനം ഉടൻ പുറത്തിറക്കും. സ്മരണികയും പുറത്തിറക്കും. നാടൻ കലകളുടെ പ്രത്യേകം അവതരണവും ഉണ്ടാകും. വിനോദസഞ്ചാര വകുപ്പിൽ നിന്നുള്ള 25,000 രൂപയും പഞ്ചായത്തിന്റെ 1.5 ലക്ഷം രൂപയും കൂടാതെ നാട്ടുകാരുടെ സഹായവും ഉൾപ്പെടുത്തി 15 ലക്ഷത്തോളമാണ് ചെലവ്. 3% വരുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനം ഉപയോഗിക്കും. ഇത് നിർധനരായ രോഗികൾക്ക് നൽകുമെന്ന് സംഘാടകർ പറഞ്ഞു. ട്രഷറർ TG ദാസൻ, വൈസ് പ്രസിഡന്റ് PK നിഖിൽ, NV ജയരാജ്, ജോയിന്റ് സെക്രട്ടറി CS വൈശാഖ്, TR ഹൈൻസ് എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റിയാണ് പ്രവർത്തനം.
പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഓണാഘോഷ ഗ്രാമോത്സവം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു പെല്ലിശ്ശേരി, പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ്, ഓണാഘോഷ ഗ്രാമോത്സവം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു പെല്ലിശ്ശേരി, കൺവീനർ മനോജ് കടവിൽ, പബ്ലിസിറ്റി കൺവീനർ സലീഷ് നടുവിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് 962 മുതൽ ആരംഭിക്കുകയും നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള 61ാമത് ഓണാഘോഷ ഗ്രാമോത്സവം ജൂലൈ മാസം 14-ാം തീയതി കവിയും ഗാനരചയിതാവുമായിട്ടുള്ള ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരംഭിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങൾ, അതായത് ജൂലൈ 14 മുതൽ ഇനി വരുന്ന ദിവസങ്ങൾ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ചും ഓണനാളുകളാണ്. സത്യത്തിൽ ഓണത്തെക്കുറിച്ച് ആരും ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. കാരണം കർക്കിടക മാസത്തിൽ ഓണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങാത്ത സമയത്ത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ നിവാസികളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ഇതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റി അംഗങ്ങളും ഓണത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഓണത്തിൻ്റെ പരിപാടികൾ ആരംഭിക്കുകയാണ്. സാഹിത്യ മത്സരങ്ങളോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. ദുരന്തം പതിയിരിക്കുന്ന ആറാട്ടുപുഴ മന്ദാരക്കടവ്. നിരവധി കുട്ടികൾ മുങ്ങിമരിച്ച ആറാട്ടുപുഴ മന്ദാരക്കടവിലെ അപകടാവസ്ഥ തുടരുന്നു. ആറാട്ടുപുഴ മന്ദാരക്കടവിലെ ചെളിയും അതിന് കാരണമായ മൺതിട്ടയും അപകട സാധ്യതയുള്ള കരിങ്കല്ലും കമ്പിയും മാറ്റണമെന്ന കാലങ്ങളായുള്ള ആവശ്യത്തോട് ബന്ധപ്പെട്ടവരുടെ വിമുഖത തുടരുന്നു. ഒട്ടേറെ ആളുകൾ കുളിക്കാനും അലക്കാനും എത്തിയിരുന്ന കടവിൽ ഇന്ന് ചുരുക്കം ആളുകളാണ് എത്തുന്നത്. ബലിയിടാൻ എത്തുന്ന ആയിരങ്ങൾക്ക് ഇത് ക്ലേശമാകുന്നു. 2013 കടവ് നവീകരണത്തിന്റെ ഭാഗമായി താൽക്കാലിക തടയണ കെട്ടിയിരുന്നു. ഇതിനായി പുഴയിൽ തട്ടിയ കരിങ്കല്ലും ഇരുമ്പുകമ്പിയും ഇതുവരെ മാറ്റിയിട്ടില്ല. വൻതുക ചെലവാക്കി സ്റ്റീലിന്റെ കൈവരികൾ സ്ഥാപിച്ച ഭാഗത്താണ് ഇവയുള്ളത്. മിനുസമുള്ള ടൈൽസ് പാകിയതിനാൽ വഴുതി വീഴുന്നതുകൊണ്ട് കൈവരിയുള്ള ഭാഗം ആരും ഉപയോഗിക്കാറില്ല. ഈ ഭാഗം കൂടി ആളുകൾ പുഴയിൽ ഇറങ്ങി നീന്തിയാൽ ഈ കമ്പിയിലോ കൂർത്ത കരിങ്കല്ലിലോ തട്ടി ദുരന്തം സംഭവിക്കാം. ഏകദേശം 200 മീറ്റർ വരുന്ന കടവിൽ വലിയ തോതിൽ ചെളി നിറഞ്ഞു കിടക്കുകയാണ്. പാലത്തിന്റെ ഭാഗം മുതൽ കടവ് വരെയുള്ള മൺതിട്ട മൂലം ഒഴുക്ക് സുഗമമല്ലാത്തതിനാൽ ആണ് കടവിൽ ചെളി അടിയുന്നത്. ഈ ഭാഗത്ത് 2 കുട്ടികൾ ചെളിയിൽ കുടുങ്ങി മരിച്ചിരുന്നു. കടവ് വൃത്തിയാക്കാൻ തൃശൂർ അഡീഷണൽ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടും ഫലമുണ്ടായില്ല. ഇന്നോവേഷൻ പ്ലസ് സാനിറ്ററി വെയേഴ്സിന്റെ 2ാമത്തെ ഷോറൂം ചേർപ്പൂരകത്ത് പ്രവർത്തനം ആരംഭിച്ചു. സെറ സാനിറ്ററി സീനിയർ ജനറൽ മാനേജർ ജയദീപ് നരസിംഹ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. സെറ തന്നെ ചെയ്യണമെന്ന് തോന്നി. അത് സത്യം പറഞ്ഞാൽ സെറ സാനിറ്ററികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം നമ്മളൊരാളുടെ അടുത്ത് നിന്നിട്ട് ഡീലർഷിപ്പ് എടുക്കണമെന്ന് പറയുന്നവരും അതുപോലെ നേരെ വിപരീതമായിട്ട് തിരിച്ച് നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു വന്ന ഒരാളാണ് ടോണി സാർ. അപ്പോൾ അദ്ദേഹം അന്ന് ആ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ ഷോപ്പ് എന്ന നിലയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സെറ സാനിറ്ററി കാരണം വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അമ്മയോടൊപ്പം ചേർന്ന് അമ്മയുടെ ഒരു സാന്നിധ്യത്തിൽ വിളക്ക് തെളിക്കാനും നാട് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഷോറൂം ഉടമയുടെ മാതാവ് കുഞ്ഞിലാൻ ഓനപ്പൻ ഭദ്രദീപം തെളിയിച്ചു. അമ്മാടം സെയിന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ജെയിംസ് ഇഞ്ചോടിക്കാരൻ വെഞ്ചിരിപ്പ് കർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ദൈവം തരുന്ന താരതങ്ങളെ കൃത്യമായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ കഴിവാണ് ബിസിനസ് മേഖല. നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരുന്നവർക്ക് സെറ കേരള ഹെഡ് ബെന്നി കെ ജോൺ അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന ജിയോ ജോസ് ഇരിങ്ങാലക്കുട ഏറ്റുവാങ്ങി. സെറ സീനിയർ മാനേജർ സൈജാസ് പി, സെൻട്രൽ കേരള സെയിൽസ് മാനേജർ അജിത് കുമാർ, തൃശൂർ പാലക്കാട് സെയിൽസ് എക്സിക്യൂട്ടീവ്
കെ അനീഷ്, ജോസ് പി ചാഴൂർ, ഇന്നൊവേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ടോണി പി ജോൺ, ഡേവിഡ്, സ്നേഹ, ശീതൾ, റീന ടോണി എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ലൂർദ് മാതാ വിദ്യാലയത്തിൽ ഹരിതസമേതം വിത്തുപന്തേറിന്റെ സ്കൂൾ തല ഉദ്ഘാടനം നടന്നു. വാർഡ് മെമ്പർ ധന്യ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സിനി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ സരിത സി പുലിക്കോട്ടിൽ, വൈസ് പ്രിൻസിപ്പാൾ ഷീബ ടി എ എന്നിവർ സംസാരിച്ചു. KG മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾ പങ്കെടുത്തു. കുടിവെള്ളം എന്ന പേരിൽ ജല അതോറിറ്റിയുടെ പൈപ്പുകളിൽ കൂടി ലഭിക്കുന്നത് ചരൽ വെള്ളം. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ പുളിഞ്ചോട് മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ ഗാർഹിക കണക്ഷൻ വഴിയുള്ള പൈപ്പുകളിലൂടെയാണ് ചരൽ കലങ്ങിയ വെള്ളം ലഭിക്കുന്നത്. ആഴ്ചകളായി ഇത്തരത്തിലുള്ള വെള്ളമാണ് വിതരണം ചെയ്യുന്നത്. വിവിധ നിറങ്ങളിലുള്ള ബക്കറ്റുകളിൽ വെള്ളം ശേഖരിക്കുമ്പോൾ വെള്ളത്തിന്റെ നിറവ്യത്യാസം ആരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലരും ഈ വെള്ളം തന്നെയാണ് കുടിക്കാനും പാചകം ചെയ്യാനുമായി ഉപയോഗിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കോളറ സ്ഥിരീകരിച്ചിരിക്കെ ഇത്തരത്തിലുള്ള മലിനജലം വിതരണം ചെയ്യുന്നത് കടുത്ത ആരോഗ്യ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പലയിടങ്ങളിലും പൈപ്പ് പൊട്ടുകയും ചരൽവെള്ളം പൈപ്പുകളിൽ കയറുകയും ചെയ്യുന്നുണ്ട്. ഈ വെള്ളമാണ് ഗാർഹിക കണക്ഷനുകളിലൂടെ ലഭിക്കുന്നത്. എന്നാൽ പൊട്ടിയ പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്താതെ ദേശീയ അധികൃതരും ജല അതോറിറ്റി അധികൃതരും പരസ്പരം പഴിചാരുകയാണ് പതിവ്. ഗാർഹിക കണക്ഷനുകൾ വഴി ചരൽവെള്ളം ലഭിക്കുന്നത് തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞങ്ങളിത് ഹൗസ് കണക്ഷനിൽ നിർത്ത വെള്ളമാണ്. അപ്പോൾ ഇതായാലും മഞ്ഞ കളറാണ്. ഇത് ഞങ്ങൾ എങ്ങനെയാണ് കുടിക്കുക? അത് ഞങ്ങൾ വിശ്വസിച്ച് എങ്ങനെ കുടിക്കാൻ പറ്റും? ഇത് കുറേ കാലമായി ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. നല്ല വെള്ളം വിതരണം ചെയ്യാൻ വാട്ടർ അതോറിറ്റി തയ്യാറാണ്. ഇരിങ്ങാലക്കുട നഗരസഭ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ മാലിന്യവുമായി എത്തിയ വണ്ടികൾ തടഞ്ഞു. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെയായിട്ടും കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് വണ്ടികൾ ഹരിതകർമ്മസേനയിലെ 17 പേരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. ഇതോടെ ട്രഞ്ചിങ് ഗ്രൗണ്ടിലേക്കുള്ള മാലിന്യ നീക്കം സ്തംഭിച്ചു. 17 വർഷത്തോളമായി ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്നവരാണ് ഹരിതകർമ്മസേനയിലെ ഹെവൻ ശ്രീ അംഗങ്ങൾ. ഇതുവരെ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നാണ് ഇവർക്ക് ശമ്പളം നൽകിയിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഓഡിറ്റ് പരാമർശങ്ങളും തനത് ഫണ്ടിൽ നിന്നും നൽകരുതെന്ന സർക്കാർ ഉത്തരവും ചൂണ്ടിക്കാട്ടിയാണ് നഗരസഭ ശമ്പളം നൽകാൻ വൈകിയത്. ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഈടാക്കുന്ന യൂസർ ഫീയെ കേന്ദ്രീകരിച്ച് രൂപീകരിച്ചിട്ടുള്ള കൺസോർഷ്യത്തിൽ നിന്നും ശമ്പളം നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് വിറ്റ് കിട്ടുന്ന തുകയും കൺസോർഷ്യത്തിലാണ് അടയ്ക്കുന്നതെന്നാണ് പറയുന്നത്. കൺസോർഷ്യത്തിൽ നിന്നും ഹെവൻ ശ്രീ അംഗങ്ങൾക്ക് ശമ്പളം നൽകുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്ന് വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു. രാവിലെ 9 മുതൽ 5 വരെ വീടുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോൾ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ മാലിന്യം തിരയുന്നവർ ജോലി ചെയ്യുന്നത്. മാലിന്യം വേർതിരിക്കുന്നവരുടെ ശമ്പളം സംബന്ധിച്ച കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വെള്ളിയാഴ്ച രാവിലെ അടിയന്തര യോഗം ചേരുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പറഞ്ഞു. വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാ തൊഴിലാളികളുടെ വേതനത്തിൽ നിന്ന് കൺസോർഷ്യം എന്ന പേരിൽ പിടിക്കുന്ന 10% തുകയിൽ നിന്ന് ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ തിരച്ചിൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ നടത്തുന്ന നീക്കം ശരിയല്ലെന്ന് BJP പാർലമെന്ററി പാർട്ടി യോഗം വ്യക്തമാക്കി. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം ഈ മുഴുവൻ തൊഴിലാളികളെയും ഒറ്റ യൂണിറ്റാക്കി എല്ലാ ജോലികളും എല്ലാവരെ കൊണ്ടും ചെയ്യിക്കുക എന്നതാണെന്നും BJP നിർദ്ദേശിച്ചു. ഞങ്ങളുടെ സാലറി കട്ട് ചെയ്തുകൊണ്ടും മറ്റുള്ളവർ ജോലിക്ക് എടുത്തുകൊണ്ട് ഞങ്ങൾ 186 ആക്കി. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വേതനം 333ആണ്. 2-3 വർഷം മുന്നാണ് ഞങ്ങൾ ഹരിതകർമ്മയിൽ ഉൾപ്പെടുത്തി. അത് ഞങ്ങൾക്ക് കുറേ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തൊഴിലുറപ്പിൽ നിന്ന്
ഹരിതകർമ്മയിൽ നിന്ന് കുറേ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയത് ഹരിതകർമ്മയിൽ. ഇപ്പോൾ ഹരിതകർമ്മയിൽ നിന്ന് ഞങ്ങൾക്ക് സാലറി ഇല്ല, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് സാലറി. ഇപ്പോൾ ഞങ്ങളുടെ സാലറി അവർ തരുന്നില്ല. ഞങ്ങൾ ഈ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ 17 വർഷത്തോളമായി ജോലി ചെയ്തു തുടങ്ങി. ഞങ്ങൾക്കിപ്പോൾ ഈ കഴിഞ്ഞൊരു മാസത്തെയാണ് ശമ്പളം തരാതിരിക്കുന്നത്. ഇന്ന് 11-ാം തീയതിയായി. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഹരിതകർമ്മസേന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി ഇവിടെ ജോലി ചെയ്യിക്കണത്. ഞങ്ങളിവിടെ സെഗ്രിഗേഷൻ മാത്രമേ ചെയ്യുള്ളൂ. പുറത്തൊന്നും ഞങ്ങൾ വാർഡിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. വാർഡിലേക്ക് അവരാണ് പോകാറ്. ഇപ്പം ഞങ്ങൾക്ക് ശമ്പളം തരാനായിട്ട് മുനിസിപ്പാലിറ്റിയുടെ കയ്യിൽ ഇല്ലയെന്ന് പറയണം. തനത് ഫണ്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്രയും നാൾ ശമ്പളം തരുന്നത്. ഞങ്ങൾക്ക് തൊഴിലുറപ്പ് കൂലിയാണ് തരുന്നത്. 333 രൂപയിലാണ് ഞങ്ങളിപ്പോൾ വേതനം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് 10% കൺസോർഷ്യം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ തിരിച്ചടക്കുന്നുണ്ട്. 333 കിട്ടണത് ചിലപ്പോൾ നമുക്ക് 17 പണി അല്ലെങ്കിൽ 15 പണി കൂടി വന്ന് 24-25 അതിൽ കൂടുതൽ ആർക്കും കൂടെ പണി ഉണ്ടാവാറില്ല. അപ്പോൾ ഈ 6000 അല്ലെങ്കിൽ 6000 ചില്ലാനും 7000 രൂപ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 10% കൺസെഷത്തിൽ അടച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും തിരിച്ച്? ഇന്നത്തെ ജീവിത സാഹചര്യം വെച്ചിട്ട് ഞങ്ങൾക്കൊരു വർധനവ് എന്ന് പറയുന്നത് ഈ ശമ്പളത്തിൽ നിന്നില്ല. കർക്കിടക മാസത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് ക്ഷേത്രങ്ങൾ ഒരുങ്ങുന്നു. കർക്കിടക മാസത്തിൽ ദശരഥപുത്രന്മാരായ ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമായാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ജൂലൈ 16-നാണ് ഇത്തവണ നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമാവുക. തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നാണ് നാലമ്പല തീർത്ഥാടനം തുടങ്ങുക. തുടർന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി തൃപ്രയാറിൽ തന്നെ അവസാനിക്കുന്നതാണ് നാലമ്പല തീർത്ഥാടനം. ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ഒരുക്കുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിൽ മഴ നനയാതെ നിൽക്കാൻ പന്തലുകൾ, ശുദ്ധജലം, കാപ്പി, പാർക്കിംഗ് സൗകര്യം എന്നിവ സജ്ജമാക്കുന്നുണ്ട്. ഒരേ സമയം 4000 പേർക്ക് മഴ കൊള്ളാതെ നിൽക്കാവുന്ന പന്തലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പന്തലിനുള്ളിൽ വരി സംവിധാനവുമുണ്ട്. കൂടുതൽ CCTV ക്യാമറകൾ സജ്ജമാക്കുന്നുണ്ട്. പോലീസ്, സന്നദ്ധ പ്രവർത്തകർ, ദേവസ്വം, ക്ഷേത്രം ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, ആംബുലൻസ് സൗകര്യം എന്നിവയും ക്ഷേത്രത്തിലുണ്ടാകുമെന്ന് ദേവസ്വം പ്രസിഡന്റ് AP സുരേഷ് കുമാർ പറഞ്ഞു. ഈ വർഷത്തെ കർക്കിടക മാസത്തോടനുബന്ധിച്ചുള്ള നാലമ്പല തീർത്ഥാടനത്തിന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നത്. ഏകദേശം ഒരു 4000-ഓളം പേർക്ക് മഴ നനയാതെ നിൽക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പന്തലിട്ടിട്ടുകൊണ്ട് സൗകര്യങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കൂടാതെ ഭക്തജനങ്ങൾക്ക് ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വിഭാഗത്തിൻ്റെ നിരീക്ഷണമുണ്ട്. അവരുടെ ഒരു ഡോക്ടർ, നഴ്സ്, അവരുടെ സേവനവും നമുക്ക് ലഭ്യമാണ് ക്ഷേത്രത്തിനകത്ത്. കൂടാതെ ആംബുലൻസ് സർവീസ് ഇതെല്ലാം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായി ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസ് അടക്കം ക്യൂ സിസ്റ്റം വളരെ നല്ല രീതിയിലാണ് ഇപ്രാവശ്യം നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഭക്തജനങ്ങൾക്ക് നല്ല രീതിയിൽ സുഗമമായി പെട്ടെന്ന് തന്നെ വഴിപാടുകളൊക്കെ രചിതാക്കി വഴിപാടുകൾ നടത്തിപ്പോകുന്നതിനും നാലമ്പല തീർത്ഥാടനം എല്ലാ 4 ക്ഷേത്രങ്ങളിലും തടസ്സം കൂടാതെ അവർക്ക് ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായി തന്നെ നേരത്തെ കൂടി തന്നെ ഈ പരിപാടികളൊക്കെ ഇവിടെ നടത്തി വരികയാണ്. അവിൽ, മീനൂട്ട്, വെടി, തട്ടം നിവേദ്യം, അമ്പും വില്ലും, ശ്രീലകത്ത് സമ്പൂർണ്ണ നെയ്വിളക്ക്, നെയ്ക്കിണ്ടി, നിറമാല, ചുറ്റുവിളക്ക്, സ്പെഷ്യൽ പായസം എന്നിവയാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. കുപ്രസിദ്ധ ഗുണ്ട MDMA-യും കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി പോലീസ് പിടിയിൽ. തളിക്കുളം ഹൈസ്കൂൾ പരിസരത്തു നിന്നുമാണ് 75 ഗ്രാം MDMA, 3.5 കിലോഗ്രാം കഞ്ചാവ്, 3 ഗ്രാം ഹാഷിഷ് ഓയിലുമായി മാള സ്വദേശി വിശാലിനെ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘം നാളുകളായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി അറസ്റ്റിലായത്. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്ന മൊത്ത കച്ചവടക്കാരെ ലക്ഷ്യമാക്കിയാണ് പ്രതി MDMA-യും കഞ്ചാവും കൊണ്ടുവന്നത്. MDMA-യും കഞ്ചാവും കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് പ്രതി പോലീസിന്റെ പിടിയിൽപ്പെടുന്നത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 7 കിലോ ഹാഷിഷ് ഓയിൽ പിടികൂടിയ കേസിൽ മുഖ്യപ്രതിയായ ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വരികയാണ് പോലീസിന്റെ പിടിയിലാകുന്നത്.
ഇയാൾ മാള പോലീസ് സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെയും മയക്കുമരുന്ന് കേസുകളിലെയും പ്രതിയാണ്. തൃശൂർ എറണാകുളം മേഖലയിൽ മയക്കുമരുന്നിന്റെ മൊത്തക്കച്ചവടക്കാരിൽ പ്രധാനിയാണ് ഇയാൾ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു, SI-മാരായ ശ്രീലക്ഷ്മി, മുഹമ്മദ് റാഫി, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് SI-മാരായ CR പ്രദീപ്, P ജയകൃഷ്ണൻ, TR ഷൈൻ, ഡാൻസ് ഓഫ് അംഗങ്ങളായ സൂരജ് വി ദേവ്, ലിജു ഇയാനി, PX സോണി, MV മാനുവൽ, നിഷാന്ത്, KJ ഷിൻഡോ, വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO മനോജ്, അലി, ജിഷ്ണു എന്നിവരും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തു. ശബരി എക്സ്പ്രസിൽ നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 5 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തത്. ഹൈദരാബാദിൽ നിന്നും എത്തിയ ശബരി എക്സ്പ്രസിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. RPF, GRP ഉദ്യോഗസ്ഥരാണ് ആളൊഴിഞ്ഞ സീറ്റിൽ നിന്നും പൊതിഞ്ഞ് പാക്കറ്റ് രൂപത്തിലാക്കിയ കഞ്ചാവ് കണ്ടെത്തിയത്. ഉദ്യോഗസ്ഥരെ കണ്ട കഞ്ചാവ് കടത്തുകാർ കഞ്ചാവ് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് വിലയിരുത്തുന്നത്. RPF ഉദ്യോഗസ്ഥർ FIR പൂർത്തിയാക്കി കഞ്ചാവ് കോടതിയിൽ ഹാജരാക്കി. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നതെന്നാണ് RPF വ്യക്തമാക്കുന്നത്. ചേർപ്പ് പ്രിയം ബീറ്റ് സംഘടിപ്പിക്കുന്ന സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്റർ അനുസ്മരണം ദേവരാജ സംഗീതം ജൂലൈ 13 വൈകിട്ട് 6:30 പെരുമ്പിള്ളിശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രം ഊട്ടുപുരയിൽ നടക്കും. സംഗീത സംവിധായകൻ നടേശ് ശങ്കർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ദേവരാജ സംഗീത സന്ധ്യയും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. 2024 രാജ്യത്തെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഗുണനിലവാര പരിശോധനയിൽ 92% സ്കോറോടെ പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 1ാം സ്ഥാനവും ആരോഗ്യരംഗത്തെ മികച്ച ഗുണനിലവാരം ഉറപ്പുവരുത്തി കോടന്നൂർ ആയുർവേദ ആശുപത്രിക്ക് ദേശീയ അംഗീകാരമായ NABH സർട്ടിഫിക്കേഷൻ നേടാനായ സാഹചര്യത്തിൽ ആരോഗ്യരംഗത്തെ മികവിന്റെ കേന്ദ്രങ്ങളെ പാറളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിക്കുന്നു. ജനകീയ അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനം ജൂലൈ 13 ശനിയാഴ്ച പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വച്ച് നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ നിർവഹിക്കും. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിക്കും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ റോഡിൽ സിമന്റ് മിശ്രിതം ചോർന്നത് അപകട ഭീഷണി ഉയർത്തി. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. KSFE പെൻഷനേഴ്സ് യൂണിയനും ജീവനക്കാരും കൂടി നടത്തുന്ന കൈത്താങ്ങ് സംഘടനയുടെ നേതൃത്വത്തിൽ സാന്ത്വനം ബഡ് സ്കൂളിലേക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വല്ലച്ചിറ പഞ്ചായത്ത് ഓണലഹരിയിലേക്ക്. 62ാമത് ഓണാഘോഷ ഗ്രാമോത്സവം ജൂലൈ 14 തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദുരന്തം പതിയിരിക്കുന്ന ആറാട്ടുപുഴ മന്ദാരക്കടവ്. നിരവധി കുട്ടികൾ മുങ്ങി മരിച്ച ആറാട്ടുപുഴ മന്ദാരക്കടവിലെ അപകടാവസ്ഥ തുടരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.